ഒരുപാട് കോമഡികൾക്ക് ശേഷം അല്ലെങ്കിൽ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം ചർച്ച വീണ്ടും തുടരാമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നലെ അമേരിക്ക പറഞ്ഞത് ആയത്തുള്ള ഖാംനയുടെ പിടിവാശിക്ക് മുമ്പിൽ നമ്മൾ തലതാഴ്ത്തി കൊടുക്കേണ്ടതില്ല, മാത്രമല്ല നമ്മൾ ആരാണെന്നുള്ളത് അവർക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം ചർച്ച വേണ്ട എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം തന്നെയാണ് ഇന്ന് പറയുന്നത് വലിയ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്, ചർച്ചയാകാമെന്നും നിങ്ങളുടെ മിസൈൽ സംവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ഇപ്പോൾ ചെയ്യേണ്ടതില്ല, ആണവായുധം സംബന്ധിച്ച് മാത്രമേ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാകുന്നത്, നിങ്ങളതിന് തയ്യാറാകണമെന്ന് പറഞ്ഞപ്പം ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആരാ ലോക പോലീസ് എന്ന കൺഫ്യൂഷനായ ഒരവസ്ഥയാണ്. എല്ലാ ആളുകളും പറയുന്നത് അമേരിക്ക ചെയ്യുന്നതെല്ലാം ഭംഗിയാണെന്നാണ്. അത്രമേൽ ബുദ്ധിശൂന്യന്മാരാണോ ഈ പറയുന്ന ആളുകളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എക്കാലവും ഈ ചോര കൊണ്ട് കളിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വിഭാഗമുണ്ടെങ്കിൽ അമേരിക്കയുടെ തലതൊട്ടപ്പന്മാരായിട്ട് വരുന്ന ആളുകളാണ്. അവരാണ് ഇപ്പോൾ ഇറാൻ അടിക്കാൻ വന്നത്. പക്ഷേ അടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരു പടിക്ക് നടക്കൂല എന്നുള്ളത് മനസ്സിലായപ്പം ചർച്ചയാകാമെന്ന് പറഞ്ഞു. ചർച്ചയാണെങ്കിലോ അമേരിക്ക പറയുന്നിടത്ത് ഞങ്ങൾ നിൽക്കില്ല, ഞങ്ങൾ പറയുന്നിടത്ത് ഏകപക്ഷീയമായിട്ടുള്ള മാന്യമായിട്ടുള്ള ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാണെന്ന് അങ്ങ് നിങ്ങോളം പറയുന്നുണ്ട്. ഇടയ്ക്ക് വാഷിങ്ടൺ ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞു. അത് വലിയ രൂപത്തിൽ വാർത്തയായി. ഇപ്പോൾ അവസാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നാടകീയമായ തർക്കങ്ങൾക്കൊടുവിൽ US ഇറാൻ ചർച്ചയ്ക്ക്, ആണവ ചർച്ചയ്ക്ക് ഈ അമേരിക്ക തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ്. അത് മുടക്കിയതാരാ? ഇസ്രായേലാണ്. അതിൻ്റെ ഉള്ളിലെ കളി എന്താണെന്നുള്ളത് അറിയാലോ. എപ്സ്റ്റൈൻ ഫയൽ പോലെ തന്നെ മറ്റൊരു കൊടുംചതിയാണ്. അത് ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാകും. അവസാനം പ്രധാന വിവരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നാടകീയമായ ഒരു തിരിച്ചുവരവാണ് നമ്മളിതിൽ കണ്ടത്. ഇറാൻ്റെ കടുത്ത ഉപാധികൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ട്രംപ് ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നിരിക്കുന്നത്. US പ്രതിനിധി ഈ ചർച്ചയ്ക്കായി വെള്ളിയാഴ്ച ചർച്ചയ്ക്കായിട്ട് ഒമാനിലേക്ക് തിരിക്കുമെന്നും പ്രത്യേകം വാർത്ത വരുന്നു. അതുപോലെ തന്നെ ആയത്തുള്ള ഖാംനയ്ക്കെതിരെ ഒരു വലിയൊരു ഭീഷണി സ്വരം ഉപയോഗിച്ചിട്ടുണ്ട്. ട്രംപിൻ്റെ മുന്നറിയിപ്പ് എന്താണ്? ആയത്തുള്ള ഖമേനി വലിയ രീതിയിൽ ഭയപ്പെടേണ്ടതായിരിക്കുന്നു എന്ന് ഓർത്ത് വെക്കുക എന്ന ഒരൊറ്റ വാക്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിച്ചു. പക്ഷേ തിരിച്ച് ആയത്തുള്ള ഖമേനി പറഞ്ഞു, രാജ്യത്തിൻ്റെ യശസ്സിനാർന്ന ചർച്ചയ്ക്ക് മാത്രമേ വഴിവെക്കേണ്ടതുള്ളൂ, അല്ലെ ചർച്ചയ്ക്ക് ഞങ്ങൾ വരും, ഞങ്ങൾ ഒരിക്കലും വരില്ലെന്ന് പറയില്ല, പക്ഷേ ചർച്ച പാസ്സാവില്ല, ചർച്ച അലസിപ്പിരിയേണ്ടി വരും. അതുകൊണ്ട് ഇറാന് നിങ്ങൾ ഒരിക്കലും ഒറ്റുകൊടുക്കുന്ന രൂപത്തിലേക്ക് വരുത്തേണ്ട, ഞങ്ങൾ ബുദ്ധിശാലികളാണ്, കാര്യമായി ഇടപെടുക തന്നെ ചെയ്യും, ആണവ വിഷയത്തിൽ മാത്രമാണ് ചർച്ചയെങ്കിൽ നമുക്കാകാം. അവസാനം ട്രംപ് സമ്മതിച്ചു, ആണവ വിഷയത്തിൽ മാത്രം മതി, ആദ്യ ചർച്ച ആണവ വിഷയമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നീട്ടിവെച്ചത് ഇപ്പം ഒന്നുകൂടിയും എടുത്തു വെച്ചിട്ടുണ്ട്. അത് ചർച്ച നടന്നാൽ നടന്നു, നടന്നില്ലേ നമുക്ക് വീണ്ടും നടന്നില്ല എന്നും പറഞ്ഞിട്ട് കാണേണ്ടി വരും. കാരണം ഈ ട്രംപാണ്, അൺഎക്സ്പെക്റ്റഡാണ്, വല്ലാത്തൊരു സംഭവമാണ്. കാത്തിരിക്കാം. ചർച്ച ഏതായാലും തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ഉപാധികളിൽ ഒരു മാറ്റവും ഇല്ലാതെ ആയത്തുള്ള ഖാംനൈ അദ്ദേഹത്തിൻ്റെ തനതായ നിലപാട് ഇപ്പോഴും മുറുകെ പിടിച്ച് നിലനിൽക്കുന്നുണ്ട്. കുറച്ചൊന്ന് അഴിഞ്ഞിട്ട് അമേരിക്കയുടെ ട്രംപ് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അഥവാ അമേരിക്ക, നമ്മൾ പറയാറുണ്ട് ഗതികെട്ടാൽ പുല്ലും തിന്നും, ആ ഭാഗത്തേക്കാണ് അമേരിക്ക താഴ്ന്നിറങ്ങി വന്നിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇപ്പം തൽക്കാലം ഒന്ന് എസ്കേപ്പ് ആകണം, അതിനുള്ള തന്ത്രമാണ് ഈ ഒരു ചർച്ച. അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്കിടയിലായിട്ട് അറ്റാക്ക് ചെയ്യണം. ഈ രണ്ടാലൊരു കുശാഗ്ര ബുദ്ധി അമേരിക്കയുടെ ഭാഗത്തുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ചർച്ച എന്നുള്ളത് നമുക്ക് നാളെ അറിയുള്ളൂ. നാളെ ചർച്ച ഉണ്ടെന്ന് മനസ്സിലായി. മറ്റൊരു വീഡിയോയിൽ കാണാം. താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.